നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ പുതിയ വീട്ടിലെത്തി എന്ന് പറഞ്ഞല്ലോ, അവിടെ നിന്നുള്ള ഫംഗ്ഷന് പോകണമെന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അതിലേക്കുള്ള പുറപ്പാടിലാണ് ഞങ്ങളെല്ലാവരും കൂടി കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്കിനി പോകുന്ന വഴിയൊക്കെ ഒന്ന് കാണണ്ടേ, കാരണം നമ്മൾ കാണാത്തയും കേൾക്കാത്തയും സ്ഥലങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് നേരെ നമ്മുടെ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് എത്താം. അത് പറമ്പിൽ ബസാർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതിനടുത്തായിട്ടാണ് നമുക്ക് ഈ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലമുള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് നേരെ പോകാം. പോകുന്ന വഴിയൊക്കെ ഒന്ന് കണ്ടങ്ങ് പോയാലോ. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, പിന്നെ നമ്മൾ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ പുതിയതായിട്ട് വന്നിട്ടില്ലേ, അതും കൂടെ ഒന്ന് സബ്മിറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ തുടർന്ന് നമുക്ക് കാണാം അല്ലേ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ചെറിയ വീഡിയോയും കൂടി ഇതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ അതും കാണാൻ മറക്കണ്ട. അപ്പോൾ തൽക്കാലം നമുക്ക് നേരെ പറമ്പിൽ ബസാറിലേക്ക് വച്ചടിച്ച് പോകാം കണ്ടോ. പുതിയ ബൈപ്പാസൊക്കെ വന്നിട്ട് അടിച്ച് പൊളിച്ചാൽ പോകാൻ പറ്റുന്നത്. അങ്ങോട്ടുള്ള വ്യൂ ഒക്കെ കണ്ടോ. ഇത് കേരളം തന്നെയാണോ എന്ന് ചോദിച്ചു പോകും. അതാണ് കേന്ദ്രം ചെയ്ത ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, അടിപൊളി റോഡുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണല്ലോ. അപ്പോൾ നമുക്ക് തുടർന്ന് എന്തായാലും വീഡിയോ കാണാം. എന്നിട്ട് നമുക്ക് അവിടെ എത്തിയിട്ട് എന്താ സംഭവം എന്നുള്ളതും ഒക്കെ കാണാം അല്ലേ. അപ്പോൾ കാത്തിരുന്ന ആ നിമിഷം അങ്ങ് അടുത്തെത്തുവാണ്. നമ്മൾ പറമ്പിൽ ബസാർ എത്തിയിട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ കുഞ്ഞാവയുടെ അമ്മമ്മയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളുടെ പേരിടൽ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. അതിനായിട്ട് പാല് കൊടുക്കൽ. കോഴിക്കോട് തലശ്ശേരി സൈഡിലേക്കൊക്കെ പാലുകൂടി എന്നാണല്ലോ പറയുക. അപ്പോൾ പാല് കൊടുക്കണം കുഞ്ഞിന്. അതൊരു തുളസിയിലും മുക്കി വെറുതെ ഇങ്ങനെ നാക്കിൽ വെച്ച് കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ അതിന് മുമ്പായിട്ട് അമ്മ കുറച്ച് മേക്കപ്പൊക്കെ ചെയ്യിക്കും. അപ്പോൾ അതായത് നമ്മൾ ആദ്യമായിട്ട് കണ്ണെഴുതിക്കുക, പൊട്ടുപൊടിക്കുക, അങ്ങനെയുള്ള പരിപാടിയൊക്കെ അന്നായിരിക്കും ചെയ്യണത്. അതിന് ശേഷമാണ് പാലുകൂടി കൊടുക്കുന്നതും എന്താ പറയുക പാല് കൊടുക്കുന്നതും പിന്നെ പേര് വിളിക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി അടുത്ത പരിപാടി പേരെല്ലാവരെയും ഒന്ന് കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവർക്കും അറിയാമല്ലോ, ഇതുമ്പോൾ പിടിച്ചങ്ങോട്ട് വലിച്ചാൽ മതി. പല രീതിയിൽ ഇത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അന്ന് കണ്ടത് ഹാർട്ടിൻ്റെ ഷേപ്പിലായിരുന്നു, ഇതൊരു ബാനറിൻ്റെ ഷേപ്പിലാണ്. അപ്പോൾ ഇതുമ്പോൾ പിടിച്ച് വലിക്കേണ്ട താമസം നമ്മളുടെ
വാവയുടെ പേര് ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ പേര് വരട്ടെ, എന്നിട്ട് നമുക്ക് കാണാമല്ലേ. ഞാനിങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പേര് വരുമ്പോൾ കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വായിച്ചു തരാം കേട്ടോ. ഋത്വിക് റനീഷ് എന്നാണ് പേര്. കോൾ മീ ഇച്ചു എന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ എന്തായാലും അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് മടങ്ങി കേട്ടോ. സദ്യ എല്ലാം ഊണ് കഴിഞ്ഞിട്ടാണ് മടങ്ങിയത്. സദ്യ എന്തായാലും അടിപൊളി സദ്യയൊക്കെ ആയിരുന്നു. സൂപ്പർ പായസം. പിന്നെ ഞങ്ങൾ ഈ വീടിൻ്റെ അടുത്ത് നമ്മൾ വന്ന് 28-ന് ചടങ്ങിന് വന്നില്ലേ, അതിൻ്റെ അടുത്ത് ഒരു കോവിലകം എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ വന്ന് എല്ലാവരും കുഞ്ഞാവെ വരെ കൊണ്ടുവന്ന് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു. അപ്പോൾ വേഗം ഞങ്ങളും വന്ന് ഓരോ ഫോട്ടോസൊക്കെ എടുത്തതാണ് കേട്ടോ. പിന്നെ ആ ബിൽഡിങ്ങിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോയും എടുത്തിട്ടുണ്ട്. അത് കൂടാണ്ട് നമ്മൾ ഇവിടുത്തെ വഴിയൊക്കെ ഒന്ന് അടിപൊളിയാണ്, കാണേണ്ട കാര്യം. കോവിലകത്തേക്ക് സ്വാഗതം. ഓരോരുത്തർ ദൂരേക്കുള്ളവർ, ട്രെയിനിലുള്ളവർ യാത്ര തിരിക്കുന്നു. ബായ്. നമ്മൾ ഈ വന്ന വീട്ടിലേക്കുള്ള വഴിയുടെ ഏകദേശം അറ്റത്തായിട്ട് ഇവിടെയായിട്ടാണ് നമ്മളുടെ ട്രാവലർ ഇട്ടിരിക്കുന്നത്. അവിടുന്ന് ആ ബൈക്ക് നിൽക്കുന്നില്ലേ, അവിടുന്ന് വേണം കയറാനായിട്ട് വീട്ടിലേക്ക്. അവിടുന്ന് ഇങ്ങനെ ദൂരേക്ക് നടക്കണം. കാറൊക്കെ വരും കേട്ടോ, പക്ഷേ ട്രാവലർ അവർക്ക് എടുക്കാൻ പറ്റും, എന്നാലും തിരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ നിർത്തി. അതുകൊണ്ട് തന്നെ നല്ലൊരു കയറ്റവും ഇറക്കമൊക്കെയാണ് അങ്ങോട്ടേക്കുള്ള വഴി. അതൊന്ന് കണ്ടു നോക്കാം നമുക്ക്. എന്തായാലും അങ്ങനെയാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത്. കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ, അധികമൊന്നുമില്ല. പക്ഷേ അതൊരു 1.5 കയറ്റം ഇറക്കമാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കണ്ടാലോ. അപ്പോൾ ഫംഗ്ഷനെല്ലാം കഴിഞ്ഞു. നേരെ എല്ലാവരും തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാട്ടോ. പിന്നെ ലാസ്റ്റ് കാണാൻ വിട്ടു പോകണ്ട കേട്ടോ, ഒരു അടിപൊളി സംഭവം ഉണ്ടേ. അപ്പോൾ പറയാം എന്താണ്.
വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ കണ്ടൊരു കാഴ്ച കേട്ടോ. നേരത്തെയൊക്കെ നമ്മുടെ വീടിനെ തൊട്ടുമുട്ടിയൊക്കെ പോയി ഇരുന്നത്. ഇപ്പം നമ്മുടെ തെങ്ങുകളൊക്കെ അങ്ങോട്ട് ഉയരം വെച്ചുകൊണ്ട് അവൻ കുറച്ചും കൂടി തെങ്ങിന് മുകളിലേക്കായി. എന്നാലും അടുത്തേക്ക് എത്തും തോറും എന്താ ഇപ്പോൾ വിമാനം എത്തിയിരിക്കുന്നത് നമ്മളുടെ വീടിനോട് ചേർന്ന ഭാഗമാണ്. പക്ഷേ അവിടുന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തത് കേട്ടോ. അങ്ങനെ ദാ കണ്ടോ, മരത്തിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ തന്നെ അറിയരുത് എന്തുമാത്രം താന്നാണ് ഈ വിമാനം പോകുന്നതെന്ന്. ശരിക്കും പണ്ട് തെങ്ങുകളൊക്കെ ഇത്രയും പൊക്കമില്ലാതിരുന്ന സമയത്ത് നമ്മുടെ വീടിനെ തൊട്ടുരുമ്പിൽ തന്നെ ഇതിലും നല്ല രസമായിട്ട് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോഴും നല്ല ഭംഗിയായിട്ടോ കാണാൻ.